பல லட்சம் ரூபாய் முதலீடு செய்து புதிதாக துவங்கப்பட்ட பேக்கரியை காலி செய்யச் சொல்லி மிரட்டுவதாக கோவை எஸ்பி அலுவலகத்தில் பெண் ஒருவர் கண்ணீர் மல்க பேட்டியளித்துள்ளார். கோவை புதூர் அறிவொளி நகர் பகுதியில் ஸ்டார்பக்ஸ் எனும் பேக்கரியை நடத்தி வருபவர் அப்துல் ஹமீத். கேரள மாநிலத்தைச் சேர்ந்த இவர் தனது குடும்பத்தினருடன் கோவை மாவட்ட காவல் கண்காணிப்பாளர் அலுவலகத்தில் புகார் மனு ஒன்றை அளித்தார். புகார் மனுவில் தாம் நடத்தி வந்த கடையில் கடந்த 2 தினங்களுக்கு முன்பு அத்துமீறி நுழைந்த சிலர் தமது கடையில் உள்ள பொருட்களை சேதப்படுத்தியதோடு தம் மீது கொலை மிரட்டல் விடுத்ததாக கூறியுள்ளார். கடையின் உரிமையாளரான ரஜபுனிசா என்பவர் இதன் பின்னணியில் இருப்பதாகவும் மாதம் சரியாக வாடகை செலுத்தியும் திடீரென கடையை காலி செய்யச் சொல்வதாக குறிப்பிட்டுள்ளனர். கடை உரிமையாளரின் மனைவி செய்தியாளர்களிடம் கண்ணீர் மல்க கூறுகையில், அடையாளம் தெரியாத நபர்களை வைத்து கொலை மிரட்டல் விடுப்பதாக கூறிய அவர் பல லட்சம் ரூபாய் செலவு செய்து தற்போது கடையை காலி செய்யச் சொல்வதால் என்ன செய்வது என்று தெரியவில்லை என கண்ணீர் மல்க கூறினார். ഇത് ഫസ്റ്റിൽ തന്നെ തുടങ്ങിയത് നല്ലോണം നടന്നുകൊണ്ടിരിക്കുന്ന ബേക്കറിയാണ്. അപ്പോൾ ഇത് എഗ്രിമെൻ്റ് എഴുതി തന്നു 3 മാസം കഴിഞ്ഞപ്പോൾ 3 മാസം 4 മാസം ആയി. അപ്പോൾ പിന്നെ ഇവർ 5 പേരെ അവിടെ നിന്ന് കാലിപ്പണി വിട്ടതാ കടയിൽ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് കുറേ ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ ഇവരെല്ലാവരും കാലിപ്പണി വിട്ടതാ, അപ്പോൾ നിങ്ങളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന്. അപ്പോൾ കയ്യിൽ കാശ് കൊടുക്കല. അപ്പോൾ ഞങ്ങൾ അക്കൗണ്ട് നമ്പർ ചോദിച്ചപ്പോൾ പിന്നെ അക്കൗണ്ട് നമ്പർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് കട കാലി പണണമെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞ് അത് ഇത്രയും പൈസ നാട്ടിൽ നിന്ന് കുറേ ലോണൊക്കെ എടുത്തിട്ട് വന്നതാ, അപ്പോൾ ഉയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് പിന്നെ കാലി പണണം, പിന്നെ ഇല്ലെങ്കിൽ കുറേ റൗഡികളെ കൊണ്ടുവന്ന് കടക്കുള്ളിൽ വന്ന് അതിൻ്റെ എവിഡൻസ് ഒക്കെ ഉണ്ട്, ഫുട്ടേജ് ഒക്കെ ഉണ്ട്. വന്നിട്ട് പറഞ്ഞ് ഇല്ലെങ്കിൽ കാലിപ്പണി വിട്ടില്ലെങ്കിൽ കൊന്നിടുവേ, ഞങ്ങൾ കോയമ്പത്തൂരുകാരാണ്, കൊന്നിടുവേ, നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്ന് തിമിര് കാണിക്ക്. പിന്നെ ഞങ്ങളൊരു പിന്നെ 8.5 ലക്ഷം രൂപ ഇന്ത്യയിൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കടയിൽ നിന്ന് നടക്കാൻ വന്നപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ വന്നിട്ട് എന്നോട് പറഞ്ഞ മൂഞ്ചി അടിച്ചു ഉടക്കുന്നു. ഒരു ഫാറൂഖ് എന്ന് പറഞ്ഞ തൊപ്പിക്കാരൻ വീട്ടിൽ വന്നിട്ട് അപ്പം പിന്നെ ഡെയിലി ഇങ്ങനെ ഓരോരു വന്നിട്ട് തെറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരോടൊന്നും മറുപടി പറയുന്നില്ല. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് കസ്റ്റമറൊക്കെ ഓടിച്ചു വിടുക. ഇവിടുന്ന് ചായ വാങ്ങണ്ട, ഒന്നും വാങ്ങണ്ട, പിന്നെ കട കാലി പണണം. ഒരു വാട്ടി പൂട്ട്. അപ്പോൾ അത് ഉടച്ച് പിന്നെ അതിൻ്റെ ശേഷം വന്നിട്ട് പിന്നും പറഞ്ഞിട്ട് കേസ് കൊടുത്തു. കേസ് കോടതിനൊക്കെ തെറിയാ പറയുന്നത്, കോടതിനെ പോലീസുകാർ അതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എവിഡൻസ്. പോലീസിനെയും കോടതിനൊക്കെ തെറിയാ പറയുന്നത്. നിങ്ങൾ എന്ത് കോടതി എന്ത് പോലീസ്, ഞങ്ങൾക്കൊരു ഭയവും ഇല്ല എന്ന്. അങ്ങനെ പിന്നെ ഒരു മുന്താ നാൾ വന്നിട്ട് പിന്നെ ഇന്നലെല്ലാം മുന്താ നാളെ വന്നിട്ട്
നേരത്തല്ല മുൻപെന്നാണ് വന്നിട്ട് പിന്നെ കുറേ തെറിയൊക്കെ പറഞ്ഞു. അവർ തെറി വന്നൊക്കെ പോയി. പിന്നെ നിറയെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് ഒരു കാട വണ്ടി പോകുന്ന ഒരു ഡ്രൈവർ പിന്നെ നിറയെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പിന്നെ ഞങ്ങളെ എന്തോ കൊല്ലാനാണോന്നറിയില്ല, അടിച്ച് വെളിയിലാക്കാനാണോന്നറിയില്ല, ഭയന്നിട്ട് ഞാൻ 100-ലേക്ക് ഫോൺ പണി. നിറയെ കേസ് കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കേസ് കുറേ വാട്ടി കേസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് കുറേ വാണിംഗ് കൊടുത്തിട്ടുണ്ട് SP ഓഫീസിൽ നിന്ന്. അതൊന്നും ഒരിക്കലും ഒരു പ്രശ്നമില്ല, ഒരിക്കലും അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് അവർ പറയുന്നത്. പോലീസൊന്നും ഒരിക്കലും ഒരു പ്രശ്നമല്ലാന്ന്. അങ്ങനെ നേരത്തെ വന്നിട്ട് എല്ലാം ഭീഷണിപ്പെടുത്തി, വേലക്കാരെല്ലാം ഭീഷണിപ്പെടുത്തിയിട്ട് പിന്നെ ഗ്യാസൊക്കെ ഓഫാക്കാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ഒരാൾ തണ്ണി അടിച്ച് വന്നിട്ട്, ഞങ്ങൾക്ക് தெரியாത്ത ഒരാൾ തണ്ണി അടിച്ച് വന്നിട്ട് എല്ലാവരെയും വെളിയിലാക്കിയിട്ട് ഷട്ടർ പോട്ട് ഈ ബിൽഡിംഗ് ഓണർ റജവ് എന്ന് പറയുന്ന தெரியாത്ത ആൾക്കാർ ആരൊക്കെയാണെന്നറിയാം, കുറേ റൗഡികൾ വന്നിട്ട്, ഞങ്ങൾക്ക് தெரியாത്ത ആൾക്കാർ റൗഡികൾ വന്നിട്ട് കൊന്നിടുമെന്നാ പറയുന്നത്. അപ്പൊ അതിനാൽ ഞങ്ങൾക്ക് നല്ല ഭയമുണ്ട്. അവർ കൊന്നിടുമെന്ന് പറഞ്ഞാൽ അവർ കൊന്നിടും. അത്രയും ഭയന്നിട്ട് അത്രയും നാട്ടിൽ നിന്ന് ഒരു നിൽക്കതില്ല, അത്രയും കടത്തിലുള്ളത്. കച്ചവടം വ്യാപാരം பண்ணാൻ സമ്മതിക്കുന്നില്ല. നേരത്തെ ഒരുപാട് പൈസ ഇത് വന്ന് എല്ലാ സാധനവും നഷ്ടമായിപ്പോയി. പാലും കുറേ സാധനം വ്യാപാരം, പിന്നെ കുറേ ആൾക്കാർ വന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അതിനകത്ത് പൈസ ഒക്കെ ഉണ്ടായിരുന്നു. വാടക പോലും കൊടുക്കാൻ പറ്റാത്ത ഇതിലായിപ്പോയി. SP ഓഫീസിൽ കംപ്ലൈന്റ് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല.